ഹലോ ഗായ്സ്, നിങ്ങൾ തിരുവനന്തപുരം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കാണണമെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ഞാൻ തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് മടങ്ങുന്ന വഴി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എൻ്റെ 8 മാസത്തെ താമസത്തിൽ ഇവിടെ എനിക്ക് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയുടെ ജംഗ്ഷനാണ്. ഈ ഇടതുവശത്ത് കണ്ടാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ മെയിൻ ഗേറ്റ്. നേരെ മുമ്പിൽ കാണുന്ന അതാണ് നമ്മുടെ MLA ക്വാർട്ടേഴ്സ്. MLA ലെഫ്റ്റ് ഇടതുവശത്ത് കാണുന്നത് കേട്ടോ. MLA മാർക്ക് പുതിയ താമസിക്കാനുള്ള കെട്ടിടത്തിൻ്റെ പണിയാണ്. അത് പഴയ കെട്ടിടമാണ് ഇപ്പോൾ നിലവിൽ ലെഫ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ വലതുവശത്ത് കാണുന്ന കെട്ടിടത്തിലാണ് ഈ പറഞ്ഞ ഇവിടുത്തെ പേര് കേട്ട സംസം ഹോട്ടൽ, അതുപോലെ മദ്രാസ് മജസ്റ്റിക് എന്ന പേരിൽ പുതിയതായിട്ട് വന്ന ഹോട്ടലൊക്കെ കണ്ട്. ഇത് ഇവിടുത്തെ അടിപ്പാതയാണ്. ഇത് ഇവിടുത്തെ ഒരു പ്രധാന ഒരു ജംഗ്ഷനും കൂടിയാണ്. ഇത് കയറി ചെല്ലുന്ന ഇടം. ഇത് അത്യാവശ്യം ഭംഗിയിൽ ചുമർ ചിത്രങ്ങളൊക്കെ ചെയ്ത് ഭംഗിയാക്കിയ ഒരു റോഡാണ് ഇത് കേട്ടോ. അങ്ങനെ നമ്മൾ അത് അടിപ്പാത കവർ ചെയ്ത് ഇപ്പോൾ ഏകദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് ഇനി ഇവിടുന്ന് രണ്ടായി തിരികെയാണ് ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് വലതുവശത്തേക്ക് നമ്മുടെ ഓവർ ബ്രിഡ്ജ് കയറി പോവുകയാണെങ്കിൽ അത് തമ്പാനൂരിലേക്ക് എത്തുന്നു. തമ്പാനൂർ അറിയാമല്ലോ, ഇവിടുത്തെ തിരുവനന്തപുരത്തെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ KSRTCയുടെ ബസ് സ്റ്റാൻഡും ഒക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് തമ്പാനൂർ എന്ന് പറയുന്നത്. ആ വലതുവശത്ത് കയറി പോകുന്ന ആ റോഡാണ് അങ്ങോട്ട് പോകുന്ന വഴി. എനിക്ക് പോകേണ്ടത് താഴെ ഇടതുവശത്ത് കൂടിയാണ് പോകേണ്ടത്. എൻ്റെ താമസ സ്ഥലം വെള്ളയമ്പലം എന്ന സ്ഥലത്തേക്കാണ്. അങ്ങോട്ടുള്ള യാത്രയാണ്, ഒരു 4 കിലോമീറ്റർ യാത്രയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ മേൽപ്പാലത്തിൻ്റെ ഇടതുവശത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഒരു ഇടതുവശത്ത് ഒരു വെളുത്ത കളറിലൊരു ബിൽഡിങ്. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ശാഖയാണ് ഈ കാണുന്ന ഈ കെട്ടിടം. ഓക്കെ, ഇപ്പോൾ ഒന്നുകൂടി വ്യക്തമായി കാണാൻ പറ്റുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ മുകളിൽ പോകുന്ന റോഡ് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞു തമ്പാനൂരിലേക്ക് പോകുന്ന റോഡാണ് ആ കാണുന്നത്. നമ്മുടെ തലക്ക് മേലെ കൂടി പോകുന്ന ആ മേൽപ്പാത. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് കയറിയാണ് പോകേണ്ടത്. ഇത് ഇവിടുത്തെ ബേക്കറി ജംഗ്ഷൻ എന്ന് പറയും. ഇത് അത്യാവശ്യം പേര് കേട്ടൊരു സ്ഥലമാണ് ബേക്കറി ജംഗ്ഷൻ. കാരണം ഒരുപാട് ബേക്കറിയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇവിടെ അങ്ങനെ ബേക്കറികളൊന്നുമില്ല. പണ്ടെങ്ങാണ്ട് ഒരു ബേക്കറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ബേക്കറി ജംഗ്ഷൻ എന്ന പേര് ഇവിടെ വന്നത്. ഈ റോഡ് 1 വേ ആണ്. ഇത് നേരെ പോയിട്ട് വഴുതക്കാടാണ് ചെന്ന് ചേരുന്നത്. വഴുതക്കാട് അത്യാവശ്യം വൃത്തിയും വെടിപ്പുമുള്ള നല്ലൊരു സ്ഥലമാണ്. കാരണം ഞാൻ പറയാൻ കാരണം ഇവിടെ ഈയിടെയാണ് നമ്മുടെ സ്മാർട്ട് റോഡുകളെല്ലാം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി. ആ റോഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ്. ഇത് CV രാമൻ പിള്ള റോഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് സ്മാർട്ട് റോഡായിട്ട് ഇപ്പോൾ നിലവിൽ ഒരു റോഡ്, സ്മാർട്ട് റോഡിൽ ഒരു റോഡ് ഇതാണ്. ഇത് കാണാൻ അത്യാവശ്യം നമ്മൾ ഇതുവരെ വന്ന റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വൃത്തിയിലും ഭംഗിയിലും ചെയ്ത റോഡാണ്. ഇതിൻ്റെ ഇരുവശത്തും സൈക്കിൾ ട്രാക്ക് പച്ച കളറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. പച്ച കളറിൽ ചെയ്തിട്ടുണ്ട്. അത് സൈക്കിൾ ട്രാക്കാണ്. അടുത്ത വശത്ത് കാണുന്ന ആ ബിൽഡിങ്ങാണ് ഇവിടുത്തെ വഴുതക്കാട് പള്ളി, ജുമാ മസ്ജിദ്. അത്യാവശ്യം മരങ്ങളൊക്കെ ഉള്ള നല്ലൊരു, ഈ തിരുവനന്തപുരം പൊതുവെ അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ടൗണിനകത്തൊക്കെ ധാരാളം വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ റോഡ് തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല വൃത്തിയിലും വെടിപ്പിലും ഉണ്ടാക്കിയ ഒരു സ്മാർട്ട് റോഡ് പ്രോജക്റ്റിൽ കീഴിൽ വരുന്ന ഒരു റോഡാണിത് കേട്ടോ. ഇപ്പോൾ ഈ റോഡിൽ എന്താ പറയുക, ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു റോഡാണ്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അടങ്ങിയ ഒരു റോഡുമാണ് ഇത്. ഇതിൽ ധാരാളം ഇതിനിപ്പോൾ കൊത്തിമുറിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയൊന്നും കുഴിയെടുക്കേണ്ട അവസ്ഥയൊന്നും ഈ റോഡിൽ ഇനി വേണ്ട എന്നാണ് പറയപ്പെടുന്നത്. ഇതിനകത്തെല്ലാം ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു റോഡാണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള പോലീസിൻ്റെ ആസ്ഥാനമാണ് ഈ വലതുവശത്ത് കാണുന്നത്. അവിടെയാണ് ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ റോഡിന് ഇങ്ങനെ പോയിട്ട് മാനവീയം എന്ന ഒരു റോഡിലേക്ക് ചേരുന്നു. ഇടതുവശത്ത് കൂടി ഒരു മാനവീയം. അത് മാനവീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകതയുള്ള ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ രാഷ്ട്രീയ തലത്തിലുള്ള ഒരുപാട് മീറ്റിങ്ങുകൾ എല്ലാം അതാ ഈ റോഡ്, ഈ ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡിലാണ്. അത് പ്രത്യേക രീതിയിൽ ആ റോഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ആ റോഡൊക്കെ. അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ താമസ സ്ഥലത്തേക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. ഇത് വെള്ളയമ്പലം എന്ന് പറയും ഈ ഭാഗത്തേക്ക്. വെള്ളയമ്പലം ജംഗ്ഷൻ്റെ ആണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നേരെ മുന്നിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ബിൽഡിങ് കാണാൻ പറ്റും. അത് ഏകദേശം നമ്മുടെ അംബാനിയുടെ വീടുണ്ടല്ലോ, ആൻറ്റിലിയ, മുംബൈയിലുള്ള ആൻറ്റിലിയ എന്ന കെട്ടിടത്തിൻ്റെ ഏകദേശം ഒരു ഏകദേശം രൂപത്തിലാണ് ആ ബിൽഡിങ് പണിത് വെച്ചിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നേരിട്ട് അടുത്ത് കാണുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകുമായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് ഇത് ഇടതുവശത്ത് കാണുന്നതാണ് ആൽത്തറ ദേവി ക്ഷേത്രം. ഇതിനോട് ചേർന്ന് താഴേക്ക് പോകുന്ന റോഡാണ് എൻ്റെ വാസ സ്ഥലത്തേക്കുള്ള റോഡ്. ഇതിൻ്റെ ഇരുവശത്തും
ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വാഹനങ്ങളാണ്. അവർക്ക് അവരുടെ സ്വന്തം കെട്ടിടത്തിനകത്ത് പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാലാണ് ഇവർ പുറത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ പോയിട്ട് ഇപ്പോൾ നേരെ മുന്നിൽ ഒരു ഫ്ലാറ്റ് കാണാം, അതല്ല എൻ്റെ വീട്. അതിന് ഇടതുവശത്ത് ചേർന്ന് മുടുക്ക് റോഡുണ്ട്. ഇവിടെ മുടുക്ക് എന്നാണ് ചെറിയ റോഡുകൾക്ക് പറയുന്നത്. അതുപോലെ കയറ്റത്തിന് പറയുന്നത് തേരി എന്നും പറയുന്നു. അപ്പോൾ തുടക്കത്തിൽ വന്നപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിരുന്നു. മുടുക്ക് കയറി തേരി കയറി പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ റോഡ് കയറി കയറ്റം കയറി പോകണം എന്നാണ് അർത്ഥം. ഈ ലെഫ്റ്റിൽ കാണുന്ന ചെറിയ മുടുക്ക് റോഡാണ് ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴി. ഓക്കെ, ഏകദേശം ഞാൻ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ഓക്കെ, ഗുഡ് ബൈ.